നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ വളർത്തുകയാണ്, നല്ല രീതിയിൽ വിദ്യാഭ്യാസം നൽകുകയാണ്, നല്ല സ്കൂളുകളിൽ പഠിപ്പിക്കുന്നു, അവരുടെ ജീവിതത്തെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണുന്നു. പക്ഷെ ഒരു ചോദ്യം ചോദിക്കട്ടെ, നാളെ നിങ്ങളില്ലെങ്കിൽ അവരുടെ ആ സ്വപ്നങ്ങൾക്ക് എന്ത് സംഭവിക്കും? ഇത് കേൾക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. പക്ഷെ എല്ലാ മാതാപിതാക്കളും ഈ ഒരു ചോദ്യം സ്വയം ചോദിക്കേണ്ടതാണ്, ചിന്തിക്കേണ്ടതാണ്. കാരണം കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് നല്ല വിദ്യാഭ്യാസവും നല്ല ഭക്ഷണവും മാത്രം കൊടുത്താൽ പോരാ. നമ്മൾ ഇല്ലാത്ത സാഹചര്യത്തിലും അവരുടെ സ്വപ്നങ്ങൾ അത് തുടരേണ്ടതാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ കുറിച്ച് സംസാരിക്കാം. നമുക്കൊരു ഉദാഹരണം നോക്കാം. 28 വയസ്സുള്ള ഹസ്ബൻഡും 25 വയസ്സുള്ള വൈഫും ഒരു ചെറിയ കുഞ്ഞും. അവരുടെ സ്വപ്നം എന്തായിരിക്കും? ആ കുഞ്ഞിനെ പറ്റി അല്ലേ? അതിനെ നല്ല രീതിയിൽ വളർത്തുക, നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, നല്ല കരിയർ ഉണ്ടാക്കുക. അതിന്റെ ഭാവിയെക്കുറിച്ച് അവർ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ടാവും. ഇതിനായിട്ട് അവരൊരു വിദ്യാഭ്യാസ പ്ലാനിങ്ങും ആരംഭിക്കുന്നുണ്ടാവും. ഒരു ഫണ്ട് അവർ കരുതി വെക്കുന്നതുണ്ടാവും. മാസം വലിയ തുകയൊന്നും ആവില്ല. ചെറിയ തുകയാണെങ്കിലും അവരുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് അവർ കുഞ്ഞിന്റെ ഭാവിക്ക് വേണ്ടി കരുതി വയ്ക്കുന്നുണ്ടാവും. ഇപ്പോൾ സാധാരണയായി സംഭവിക്കാറുള്ള 3 സാഹചര്യങ്ങളെ കുറിച്ച് നോക്കാം. എല്ലാം നല്ല രീതിയിൽ പോകുന്നു, അച്ഛനും അമ്മയും ആരോഗ്യത്തോടെ പോകുന്നു, കുട്ടിയുടെ വിദ്യാഭ്യാസ കാലഘട്ടം എത്തുമ്പോഴത്തേക്കും ആ ഒരു പ്ലാനിങ് അത് മെച്യൂർഡ് ആവുന്നു. ആ ഒരു എമൗണ്ട് കൊണ്ട് അതിന് വേണ്ട വിധത്തിലുള്ള ഹയർ എഡ്യൂക്കേഷൻ നടത്താൻ സാധിക്കുന്നു. എഞ്ചിനീയറിംഗ് ആയാലും മെഡിക്കൽ ആയാലും വേറെ ഏത് ഫീൽഡ് ആയാലും ഒരു തുക അവിടെ ഉണ്ട്. ഇനി രണ്ടാമത്തെ ഒരു സാഹചര്യം നോക്കാം. അപ്രതീക്ഷിതമായി ഒരാൾ നഷ്ടമാകുന്നു. ഇവിടെയാണ് പല കുടുംബങ്ങളും തകർന്നു പോകുന്നത്. കാരണം വരുമാനം നിലയ്ക്കുന്നു, സ്വപ്നങ്ങൾ ബാക്കിയാകുന്നു. പക്ഷെ ശരിയായ രീതിയിൽ പ്ലാൻ ചെയ്താൽ എന്ത് സംഭവിക്കും? കുടുംബത്തിന് ഈ സമയത്ത് ഒരു സാമ്പത്തിക പിന്തുണ ലഭിച്ചിരിക്കും. കുട്ടിയുടെ വിദ്യാഭ്യാസ ഫണ്ട് അതും തുടരും. കുടുംബത്തിന് വലിയ ബാധിച്ച ചെലവുകളോ പ്രാരാബ്ധമോ ഉണ്ടാകില്ല. അതാണ് യഥാർത്ഥ സാമ്പത്തിക സുരക്ഷ. ഇനി മൂന്നാമത്തെ സാഹചര്യം നോക്കാം. 2 മാതാപിതാക്കളും ഇല്ലാതെയായാൽ. അപ്പോൾ കുട്ടിയുടെ ജീവിതം അവിടെ അവസാനിക്കുന്നില്ല, അവന്റെ സ്വപ്നങ്ങളും അവസാനിക്കുന്നില്ല. അവന്റെ വിദ്യാഭ്യാസം നിലയ്ക്കരുത്, സ്വപ്നങ്ങൾ നിലയ്ക്കരുത്. ഒരു നല്ല കുടുംബ സാമ്പത്തിക പദ്ധതി ഉണ്ടെങ്കിൽ കുട്ടിക്ക് ഈ സാഹചര്യത്തിലും വർഷം തോറും ഒരു തുക ലഭിച്ചുകൊണ്ടേയിരിക്കും. ഭാവിയിൽ അവന്റെ ഹയർ എഡ്യൂക്കേഷൻ എത്തുമ്പോഴും നല്ലൊരു തുക അവന് ലഭിക്കും. അപ്പോൾ മാതാപിതാക്കൾ ഇല്ലെങ്കിലും അവരുടെ സ്നേഹവും കരുതലും സാമ്പത്തിക രൂപത്തിൽ അവനിലേക്ക് തിരിച്ചു വരുന്നു. സുഹൃത്തുക്കളെ, ഒരു വീട് വാങ്ങുന്നത് ഫിനാൻഷ്യൽ പ്ലാനിംഗ് അല്ല. ഒരു കാറ് വാങ്ങുന്നതും ഫിനാൻഷ്യൽ പ്ലാനിംഗ് അല്ല. ഇൻവെസ്റ്റ്മെന്റ് മാത്രം ചെയ്യുന്നതും ഫിനാൻഷ്യൽ പ്ലാനിംഗ് അല്ല. നിങ്ങളില്ലെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലെ സ്വപ്നങ്ങളും ജീവിതവും ഒരു തടസ്സവും കൂടാതെ മുന്നോട്ട് പോകാനുള്ള സിസ്റ്റം ഉണ്ടാക്കുന്നതാണ് ഫിനാൻഷ്യൽ പ്ലാനിംഗ്. അതുകൊണ്ട് ഞാൻ എല്ലാ മാതാപിതാക്കളോടും ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് സമ്പത്ത് നൽകാൻ ആഗ്രഹിക്കുന്നുവോ, അല്ലെങ്കിൽ സുരക്ഷിതമായ ഭാവി നൽകാൻ ആഗ്രഹിക്കുന്നുവോ? കാരണം സ്വത്ത് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയേക്കാം. പക്ഷേ ശരിയായ ഒരു സാമ്പത്തിക പദ്ധതി അത് കുട്ടിയുടെ ഭാവിക്ക് തുണ നൽകും. നിങ്ങളുടെ കുട്ടിയുടെ സാമ്പത്തിക ഭാവി എത്രത്തോളം നന്നായിരിക്കുന്നു എന്നറിയണമെങ്കിൽ എന്റെ ഫിനാൻഷ്യൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്യും. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഡൺ എന്ന് മെസ്സേജ് ചെയ്യും. നമുക്ക് ഒരുമിച്ചിരുന്ന് നിങ്ങളുടെ കുടുംബത്തിന്റെ സാമ്പത്തിക സുരക്ഷ വിലയിരുത്താം.